തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ സിൽക്സ്, ജോസ്കോ ഫാഷൻ ജുവലേഴ്സ്, ജോസ് അലൂക്കാസ് ആൻഡ് സൺസ്, അലൂക്കാസ് ജ്വല്ലറി. ഏകാദശി ദർശന പുണ്യം തേടി ഗുരുഭവനപുരിയിലേക്ക് നിലയ്ക്കാത്ത ഭക്തജന പ്രവാഹം. ചെമ്പൈ സംഗീതോത്സവത്തിന് രാത്രി തിരശ്ശീല വീഴും. തെരുവുനായ ശല്യം പരിഹരിക്കാൻ ജനകീയ കൂട്ടായ്മയും സന്നദ്ധ സംഘടനകളുടെ സേവനവും പ്രയോജനപ്പെടുത്തണമെന്ന് ആവശ്യമുയരുന്നു. പ്രശ്നപരിഹാരത്തിന് ബാംഗ്ലൂർ മോഡൽ അടക്കമുള്ള ബദൽ സാധ്യതകൾ തേടുകയാണ് ബന്ധപ്പെട്ടവർ. കോടശ്ശേരി മലയിലെ നായാടി കോളനിയിലെ അരക്ഷിതാവസ്ഥ പരിഹരിക്കുന്നതിന് സാമൂഹിക നീതി വകുപ്പ് നടപടികൾ ആരംഭിച്ചു. TCV ടോപ്പ് സ്റ്റോറിയെ തുടർന്നാണ് നടപടി. നാളെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് ബസ് ഉടമകളുടെ കോർഡിനേഷൻ കമ്മിറ്റി. നാളെ സൂചനാ സമരം നടത്തുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് കോൺഫെഡറേഷൻ. കേരള സാഹിത്യ അക്കാദമിയിൽ വ്യാപക ക്രമക്കേട് നടന്നതായി ഓഡിറ്റ് റിപ്പോർട്ട്. 1974 മുതൽ 2013 വരെയുള്ള കാലഘട്ടത്തിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നതായി കണ്ടെത്തി. ഞാൻ ബൈജു ദേവസി. വാർത്തകൾ വിശദമായി. വ്രതശുദ്ധിയുടെ നിറവിൽ ഏകാദശി ദർശന പുണ്യം തേടി ഭൂലോക വൈകുണ്ഠമായ ഗുരുഭവനപുരിയിലേക്ക് നിലയ്ക്കാത്ത ഭക്തജന പ്രവാഹം. ശംഖ് ചക്ര ഗദ പത്മധാരിയായി തൂമന്ദഹാസം തൂകി നിൽക്കുന്ന ഗുരുവായൂരപ്പനെ ദർശിച്ച് പതിനായിരങ്ങളാണ് ആത്മനിർവൃതിയടഞ്ഞത്. ദശമി ദിവസം ആരംഭിച്ച ഭക്തജനത്തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. ദശമി ദിവസമായ ഇന്നലെ പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിനായി തുറന്ന ഗുരുവായൂരപ്പന്റെ തിരുനട ദ്വാദശി ദിവസമായ നാളെ രാവിലെ 9-നാണ് ഇനി അടയ്ക്കുകയുള്ളൂ. മണ്ഡലകാലം കൂടിയായതിനാൽ അന്യസംസ്ഥാനത്തു നിന്നടക്കമുള്ള അയ്യപ്പ ഭക്തർ കൂടിയായതോടെ ഗുരുവായൂർ ക്ഷേത്ര നഗരി ജനനിബിഡമായി. ഗുരുവായൂർ ദേവസ്വം നേരിട്ട് നടത്തുന്ന ഉദയാസ്തമന പൂജയോടെയാണ് ഏകാദശി ചടങ്ങുകൾക്ക് തുടക്കമായത്. 1 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നടന്ന ഉദയാസ്തമന പൂജയ്ക്ക് ക്ഷേത്രം തന്ത്രി ചേന്നാസ് ഹരി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഉഷപൂജയ്ക്ക് ശേഷം നടന്ന കാഴ്ചശീവേലിയിൽ ഗജരത്നം ഗുരുവായൂർ പത്മനാഭൻ സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചു. ലക്ഷണമൊത്ത കൊമ്പന്മാരായ ഇന്ദ്രസെന്നും വിഷ്ണുവും പറ്റാനുകളായി ഇടം വലം അണിനിരന്നു. മേളപ്രമാണി പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം കാഴ്ചശീവേലിക്ക് അകമ്പടിയായി. തുടർന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പായിരുന്നു. വൈക്കം ചന്ദ്രന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തോടെ നടന്ന എഴുന്നള്ളിപ്പിലും 3 ആനകൾ അണിനിരന്നു. പ്രസാദവുമായി എഴുന്നള്ളിപ്പിന് മുന്നിൽ ക്ഷേത്രം കോയ്മ നടന്നു നീങ്ങി. എഴുന്നള്ളിപ്പിനെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിറപറയും നിലവിളക്കും വെച്ച് സ്വീകരിച്ചു. തുടർന്ന് ക്ഷേത്രം കോയ്മ പ്രസാദം വിതരണം ചെയ്തു. തിരിച്ചെഴുന്നള്ളിപ്പിൽ ഗുരുവായൂർ മുരളിയുടെ നാദസ്വരം അകമ്പടിയായി. ഏകാദശി നോമ്പുവട്ടവുമായി ദേവസ്വം പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. ക്ഷേത്രം ഊട്ടുപുരയിലും പടിഞ്ഞാറേ നടയിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലുമായിരുന്നു പ്രസാദ ഊട്ട്. അരിഭക്ഷണം വെടിഞ്ഞ് ഏകാദശി വ്രതമെടുത്ത് വന്ന ഭക്തർക്കായി ഗോതമ്പ് ചോറ്, രസകാളൻ, പുഴുക്ക്, അച്ചാറ്, ഗോതമ്പ് പായസം എന്നിവയായിരുന്നു വിഭവങ്ങൾ. 30,000-ത്തിലധികം പേരാണ് പ്രസാദ ഊട്ടിൽ പങ്കെടുത്തത്. പ്രസാദ ഊട്ട് നൽകുന്നിടത്തും ദർശനവരി നിയന്ത്രിക്കാനുമായി ദേവസ്വം ജീവനക്കാർക്ക് പുറമെ കൂടുതൽ പോലീസും സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരും NCC കേഡറ്റുകളും ഉണ്ടായിരുന്നു. ഏകാദശിയോടനുബന്ധിച്ച് തുടരുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന് രാത്രി 10-ന് സമാപനമാകും. തെരുവുനായ ശല്യത്തിന് പരിഹാര നടപടികൾ തേടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ പ്രശ്നപരിഹാരത്തിന് ജനകീയ കൂട്ടായ്മയും സന്നദ്ധ സംഘടനകളുടെ സേവനവും പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യം പ്രസക്തമാവുകയാണ്. തൃശൂരിൽ ആരംഭിച്ച എൻഡ് പദ്ധതി പരാജയപ്പെട്ട സാഹചര്യത്തിൽ ബാംഗ്ലൂർ മോഡൽ അടക്കമുള്ള ബദൽ സാധ്യതകൾ തേടുകയാണ് ബന്ധപ്പെട്ടവർ. TCV ടോപ്പ് സ്റ്റോറി. നായ്ക്കൾ തെരുവിലെ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരായി വിലസുന്ന സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നോക്കുകുത്തികളായി മാറുകയാണ്. മനുഷ്യരെ സംരക്ഷിക്കുന്നതിനേക്കാൾ മൃഗങ്ങളെ സംരക്ഷിക്കുന്ന നിയമങ്ങളാണ് പ്രശ്നപരിഹാരത്തിന് പ്രധാന വെല്ലുവിളിയാകുന്നത്. നഗരമെന്നോ ഗ്രാമമെന്നോ വ്യത്യാസമില്ലാതെ തെരുവുനായ ശല്യം ഭീഷണി സൃഷ്ടിക്കുമ്പോൾ ഇതിനെതിരെ ജനകീയ കൂട്ടായ്മകൾ ശക്തമാകണമെന്ന ആവശ്യവും ഭരണാധികാരികൾ മുന്നോട്ട് വയ്ക്കുന്നു. ജനങ്ങൾക്ക് കംപ്ലൈന്റ് പറയാൻ മാത്രമാണ് സമയമുള്ളൂ. മറ്റു തരത്തിൽ കോർപ്പറേഷനായിട്ടോ മറ്റ് തരത്തിൽ ഏതെങ്കിലും സംഘടനകളായിട്ടോ സഹകരിച്ച് ഇതിനൊരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി ആരും ശ്രമിച്ചു കാണുന്നില്ല. കോർപ്പറേഷൻ മാത്രമായി ഇതിനൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. ജനങ്ങളിത്
എന്താ പറയുക വളരെ ഗൗരവത്തോടുകൂടി എടുത്ത് അതാത് പ്രദേശത്തെ ചെറുതും വലുതുമായിട്ടുള്ള സംഘടനകൾ ഇതിൽ സഹകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തൃശൂർ കോർപ്പറേഷൻ നായ്ക്കുഞ്ഞുങ്ങളെ വന്ധ്യംകരിക്കുന്ന എൻഡ് പദ്ധതിക്ക് രൂപം നൽകിയിരുന്നുവെങ്കിലും പദ്ധതി പരാജയപ്പെടുകയായിരുന്നു. നാമമാത്രമായ നായ്ക്കുട്ടികളെ മാത്രമാണ് പിടികൂടി വന്ധ്യംകരിക്കാനായിട്ടുള്ളത്. നായ്ക്കുട്ടികളെ പിടികൂടാനുള്ള പ്രായോഗിക പ്രശ്നം തന്നെയാണ് ഇക്കാര്യത്തിലെ പ്രധാന വെല്ലുവിളി. ഈ സാഹചര്യത്തിൽ ബാംഗ്ലൂരിൽ വിജയകരമായി നടപ്പിലാക്കിയ പദ്ധതിയും കനൈൻ ക്ലബിന്റെ പദ്ധതിയുമാണ് കോർപ്പറേഷന്റെ പരിഗണനയിലുള്ളത്. കർണാടകയിൽ നടപ്പാക്കിയ പദ്ധതി തൃശൂരിൽ പ്രാവർത്തികമാക്കുന്നതിനായി രംഗത്ത് വന്നിട്ടുള്ളത് പോസ് എന്ന സംഘടനയാണ്. നായ്ക്കളെ പിടിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയവരും വെറ്ററിനറി ഡോക്ടർമാരുമടങ്ങുന്ന 15-അംഗ സംഘവുമാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുക. നമ്മുടെ പ്രൊപ്പോസൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 14 മെമ്പേഴ്സ് ഉള്ള ഒരു ടീമിനെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. അതിൽ ഡോഗ് ക്യാച്ചേഴ്സ്, വെറ്ററിനറി ഡോക്ടേഴ്സ് എല്ലാവരും ഉണ്ടാവും. പിന്നെ ഈ സർജറി എന്ന് പറയുന്നത് മറ്റേ കീ ഹോൾ ചെറിയൊരു ഓപ്പണിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ മനുഷ്യന്മാരിൽ ചെയ്യുന്നത് തന്നെയാണ് ഈ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അതൊരു കൺട്രോൾ, പോപ്പുലേഷൻ കൺട്രോൾ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. എൻഡ് പദ്ധതിയിൽ നായ്ക്കുട്ടികളെ മാത്രം പിടികൂടി വന്ധ്യംകരിക്കുന്ന പദ്ധതിയായിരുന്നെങ്കിൽ മുതിർന്ന നായ്ക്കളെ ശാസ്ത്രീയമായി പിടികൂടി വന്ധ്യംകരിക്കുകയും വാക്സിനേഷൻ നടത്തുകയും ചെയ്യുന്ന പദ്ധതിയാണിത്. എൻഡ് പദ്ധതിയിൽ വന്ധ്യംകരണത്തിനായി ഒരു നായക്കുട്ടിക്ക് 1000 രൂപ ചെലവ് വരുന്നുണ്ട്. എന്നാൽ 850 രൂപ നിരക്കിൽ നായ്ക്കളെ പിടികൂടുന്നതും വന്ധ്യംകരിക്കുന്നതും പരിചരിക്കുന്നതടക്കവുമുള്ള മുഴുവൻ ഉത്തരവാദിത്വവും പോസ് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് അനുകൂല നിലപാടല്ല ഇക്കാര്യത്തിലുള്ളത്. കർണാടകയിൽ മഹാദേവപുരം, ബൊമ്മനഹള്ളി എന്നീ ഇടങ്ങളിൽ 3 വർഷത്തോളമായി വിജയകരമായി പദ്ധതി നടക്കുന്നുണ്ടെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ നൽകിയ കത്ത് ഇവർ കോർപ്പറേഷന് നൽകിയിട്ടുണ്ട്. 2010 മുതൽ ഇപ്രകാരം 48,500 നായ്ക്കളെ വന്ധ്യംകരിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 26,157 നായ്ക്കളെ വാക്സിനേഷൻ നടപടികൾക്ക് വിധേയമാക്കിയതായും കത്തിൽ പറയുന്നു. തെരുവ് നായ ശല്യത്തിന് പരിഹാരമില്ലെന്ന് പറയുന്നവർ ശാസ്ത്രീയവും പ്രായോഗികവുമായ പദ്ധതികൾ കണ്ടെത്തി ജനകീയ പങ്കാളിത്തത്തോടെ ആവിഷ്കരിക്കാൻ തയ്യാറാകണമെന്നാണ് ഇത് സംബന്ധിച്ച് ആവശ്യമുയരുന്നത്. TCV ന്യൂസ്, തൃശൂർ. ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആൻഡോ കല്ലേരി നമ്മോടൊപ്പം ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ടാണോ ജനകീയ കൂട്ടായ്മകൾ എന്ന ഒരു ബദൽ സമ്പ്രദായത്തിന് അല്ലെങ്കിൽ ഒരു സംവിധാനത്തെക്കുറിച്ചുള്ള ആലോചനകൾ വരുന്നത്? ബൈജു, ജില്ലയിലെമ്പാടും തെരുവുനായ ശല്യം വർദ്ധിക്കുന്നു എന്ന വാർത്തകൾ നിരന്തരം ആവർത്തിക്കപ്പെടുകയാണ്. ഒപ്പം തന്നെ നായ്ക്കളുടെ ശല്യം, ജനങ്ങളെ ഇവ ആക്രമിക്കുന്നു എന്നൊരു ശല്യവും, അത്തരം വാർത്തകളും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നായ്ക്കളെ എങ്ങനെ ഒഴിവാക്കാം, തെരുവുനായ ശല്യം എങ്ങനെ ഒഴിവാക്കാം എന്ന ഒരു ചർച്ച ഉയരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ ഒരു കാര്യത്തിൽ പ്രശ്ന പരിഹാരത്തിനായി ഇരുട്ടിൽ തപ്പുന്ന ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. നായ്ക്കളെ കൊല്ലരുത് എന്ന ഒരു നിയമം, ഇതാണ് മൃഗസ്നേഹികൾ മുന്നോട്ട് വയ്ക്കുമ്പോഴാണ് ഈ ഒരു കാര്യത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഉടലെടുക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്നത് പോലെയുള്ള പട്ടിപ്പിടുത്തക്കാരുടെ അഭാവം ഈ ഒരു മേഖലയിൽ വലിയ ഒരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെയാണ് ജനകീയ കൂട്ടായ്മകളിലൂടെ ഇവയെ ഒഴിവാക്കണം, തെരുവുനായ ശല്യത്തിന് ഒരു തടയിടാൻ സാധിക്കുമെന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ ജനങ്ങൾ വിമർശനങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സാമൂഹിക പ്രതിബദ്ധതയോടെ മുന്നോട്ട് വരാൻ സാധിക്കണം. അതാത് മേഖലകളിൽ അവിടുത്തെ ക്ലബ്ബുകൾ, വായനശാലകൾ, സന്നദ്ധ സംഘടനകൾ, യുവാക്കൾ എന്നിവർ ഒന്നു ചേർന്നുകൊണ്ട് ഈ തെരുവുനായ ശല്യത്തെ എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് ചിന്തിക്കേണ്ടത്. അതാത് സ്ഥലങ്ങളിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കണം. മാലിന്യങ്ങൾ തിന്നാണ് ഇവ കൂടുതലായി പെരുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ജനകീയ കൂട്ടായ്മകളിലൂടെ എങ്ങനെ ഇവയെ ഒഴിവാക്കാം, തെരുവുനായ ശല്യത്തിന് ഒരു പരിഹാരം കണ്ടെത്താം എന്ന് ചിന്തിക്കണമെന്നാണ് ഇപ്പോൾ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് എത്രത്തോളം പ്രായോഗികമാകും എന്ന് പറയാൻ കഴിയില്ല. എന്നിരുന്നാൽ കൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ അതാത് സ്ഥലങ്ങളിൽ അവിടുത്തെ ജനകീയ കൂട്ടായ്മകൾ, വായനശാലകൾ, ക്ലബ്ബുകൾ, സംഘടനകൾ എന്നിവ കൂടി ചേർന്നുകൊണ്ട് തെരുവുനായ ശല്യത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബൈജു. ആൻഡോ, ഇക്കാര്യത്തിൽ ഈ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് പല പദ്ധതികളും പല മാതൃകകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും അവയിലെ പ്രായോഗികത പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വസ്തുതയാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ വിജയകരമായ ഒരു മാതൃക എവിടെയെങ്കിലും ആരെങ്കിലും മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ?
ബൈജു, ഇതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുകയാണ്. മാലിന്യ പ്രശ്നം പോലെ തന്നെ വിജയകരമായ ഒരു മാതൃക ഈ വിഷയത്തിന് ഇല്ല എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. പേർപ്പിടിച്ച നായ്ക്കളെ കൊല്ലാൻ മാത്രമാണ് നമുക്ക് മുമ്പിൽ നിയമങ്ങൾ അനുവദിക്കുന്നത്. നായ കടിച്ചാൽ ചികിത്സിക്കാനേറെ ബുദ്ധിമുട്ടാണ്. തല്ലിക്കൊല്ലൽ അപരിഷ്കൃതമായ ഒരു കാര്യമാണ് എന്ന് മൃഗസ്നേഹികൾ വാദിക്കുന്നു. ഇവിടെ വന്ധ്യംകരണം, വാക്സിനേഷൻ പോലെയുള്ള ബദൽ സാധ്യതകൾ മാത്രമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്. നേരത്തെ നടപ്പിലാക്കിയ എൻഡ് എന്ന പദ്ധതി അത് ഒരു പരാജയമായി എന്നതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥ. പ്രശ്നം നായ്ക്കളെ പിടികൂടുന്നതിലെ പ്രായോഗികത ബുദ്ധിമുട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ പട്ടിപിടുത്തക്കാരുടെ അഭാവം, ഇവയെ എങ്ങനെ പിടികൂടാം എന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട് ഒരു വലിയ പ്രശ്നമാണ്. എന്നാൽ ഇവിടെയാണ് ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതിയുമായി സംഘടനകൾ രംഗത്ത് എത്തിയിരിക്കുന്നത്. വന്ധ്യംകരണം നടത്തുകയും നായ് കുഞ്ഞുങ്ങളിൽ വന്ധ്യംകരണം നടത്തുകയും ഒപ്പം തന്നെ വാക്സിനേഷൻ പോലെയുള്ള പദ്ധതികളുമായി ബാംഗ്ലൂർ നഗരത്തിൽ വിജയകരമായി നടപ്പിലാക്കിയ ആ പദ്ധതിയുമായാണ് ഇപ്പോൾ ഇവിടെ പോസ് എന്ന് പറയുന്ന ഒരു സംഘടന അത് രംഗത്തെത്തിയിട്ടുണ്ട്. 3 വർഷത്തിനകം 48,000 നായ്ക്കളെ വന്ധ്യംകരിച്ചു എന്നാണ് ഇവർ അവകാശവാദം ഉന്നയിക്കുന്നത്. ഇത്തരം സംഘടനയുടെ സഹായത്തോടെ ഈ ഒരു കാര്യത്തിൽ ഒരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് ഈ ഒരു പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്താൻ കഴിയുമോ എന്ന് പഠിക്കുകയാണ്, അല്ലെങ്കിൽ ആ പദ്ധതി ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു സാധ്യത അന്വേഷിക്കുകയാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ബൈജു, ഇക്കാലത്ത് വളരെ രൂക്ഷമായി അനുഭവപ്പെടുന്ന തെരുവ് നായ്ക്കളുടെ ശല്യത്തെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളായിരുന്നു ആൻഡോ കല്ലേര് നൽകിയത്. ഇനിയൊരു ഇടവേളയിലേക്ക്. Youthilariya best, youthful surprises. Shades and style, latest type fashion, lowest price attraction. Kalyan Silks, Stars Collection. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. Wishing and smiling and thinking and caring always. സെറാമിക് സെന്റർ. പ്രമുഖ ബ്രാൻഡഡ് സാനിറ്ററി ഉൽപ്പന്നങ്ങൾ, വിട്രിഫൈഡ് ടൈൽസ്, വുഡൻ ഫ്ലോർ എന്നിവ ആകർഷകമായ വിലക്കുറവിൽ ലഭിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിസൈനർ ടൈൽ ഷോറൂം. സെറാമിക് സെന്റർ നിയർ വെസ്റ്റ് ഫോർട്ട്, ശങ്കരയ്യ റോഡ്, തൃശൂർ. തൃശൂരിന് പൊന്നിഴപ്പാകിയ സുവർണ പാരമ്പര്യം, പരിശുദ്ധ സ്വർണവും മികച്ച സേവനവുമായി ചിരിയങ്കണ്ടത്ത് ജ്വല്ലറി, EMO റോഡ്, തൃശൂർ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറങ്ങളിൽ മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി മരിയ സിൽക്സ്, ജയഹൻ ബിൽഡിംഗ്, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. വേലൂർ കോടശ്ശേരി മലയിലെ നായാടി കോളനിയിലെ അരക്ഷിതാവസ്ഥ പരിഹരിക്കുന്നതിന് സാമൂഹിക നീതി വകുപ്പ് നടപടികൾ ആരംഭിച്ചു. സാമൂഹിക നീതി വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ബാലവിവാഹം, കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തത, മദ്യപാനമടക്കമുള്ള പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച വിശദാംശങ്ങൾ ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേലൂർ പഞ്ചായത്ത്, ചൈൽഡ് ലൈൻ എന്നിവരുമായി സഹകരിച്ച് 2 ദിവസത്തിനകം കോളനിയിലെ എല്ലാ അംഗങ്ങളുമായും കൂടിക്കാഴ്ച നടത്താനും പ്രശ്നത്തിന്റെ ഗൌരവം ബോധ്യപ്പെടുത്താനും കുട്ടികളെ പുനരധിവസിപ്പിക്കുന്ന നടപടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് സാമൂഹികനീതി ജില്ലാ ഓഫീസർ CR വേണുഗോപാൽ അറിയിച്ചു. കോളനിയിലെ ബാലവിവാഹവും കുട്ടികൾ നേരിടുന്ന പ്രതിസന്ധികളും ദുരിതപൂർണമായ ജീവിതാവസ്ഥയും TCV കഴിഞ്ഞ ദിവസങ്ങളിലായി റിപ്പോർട്ട് ചെയ്തിരുന്നു. നാളെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് ബസ്സുടമകളുടെ കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു. അതേസമയം ഈ മാസം 20 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുമെന്നും ഇവർ പ്രഖ്യാപിച്ചു. നാളെ ജില്ലയിലെ എല്ലാ റൂട്ടുകളിലും തങ്ങളുടെ ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. 20 മുതൽ അനിശ്ചിതകാല സമരം നടത്തുന്നതിനാലും 2ാം ശനിയാഴ്ച സമരം നടത്തുന്നതുകൊണ്ട് ബസ്സുടമകൾക്ക് ഒരു ഗുണവും ഉണ്ടാവുകയില്ല എന്നതിനാലും സൂചനാ സമരത്തിൽ പങ്കെടുക്കുന്നില്ലെന്ന് ഇവർ പറഞ്ഞു. എന്നാൽ ബസ് ഓപ്പറേറ്റേഴ്സ് കോൺഫെഡറേഷൻ നാളെ സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ നടത്തുന്ന സൂചനാ ബസ് സമരം വിജയിപ്പിക്കുന്നതിന് തൃശൂരിൽ കൂടിയ ബസ് ഓപ്പറേറ്റേഴ്സ് കോൺഫെഡറേഷൻ അടിയന്തര യോഗം തീരുമാനിച്ചു. കേരള സാഹിത്യ അക്കാദമിയിൽ വ്യാപക ക്രമക്കേട് നടന്നതായി ഓഡിറ്റ് റിപ്പോർട്ട്. 1974 മുതൽ 2013 വരെയുള്ള കാലഘട്ടത്തിൽ സാഹിത്യ അക്കാദമിയുടെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിലാണ് ലക്ഷങ്ങളുടെ അഴിമതി നടന്നതായി കണ്ടെത്തിയത്. കേരള മനുഷ്യാവകാശ സമിതി സംസ്ഥാന കൺവീനർ സുജോബി ജോസിനാണ് വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് ലഭിച്ചത്. 1974 മുതൽ 2013 വരെ 39 വർഷത്തെ ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ വൻ സാമ്പത്തിക ക്രമക്കേടുകളാണ് ഉള്ളത്.
അതിനിടെ 2011-2012 വർഷത്തെ കണക്കുകൾ ഓഡിറ്റിംഗിന് ഇതുവരെയും നൽകിയിട്ടില്ല. കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ വാർഷിക കണക്ക് ലോക്കൽ ഫണ്ട് ഓഡിറ്റിംഗിന് ഹാജരാക്കണമെന്ന നിർദ്ദേശം ഇതുവരെയും പാലിച്ചിട്ടില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. പുന്നയൂർക്കുളത്ത് കമലാ സുരയ്യ സമുച്ചയം നിർമ്മാണം തുടങ്ങാൻ 20 ലക്ഷം അനുവദിച്ചിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയും തുടങ്ങിയിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. 2006-2007 കാലഘട്ടത്തിൽ പുസ്തക കുടിശ്ശിക ഇനത്തിൽ 40 ലക്ഷം രൂപ തിരികെ പിടിക്കാൻ ശക്തമായ നടപടിയെടുക്കാൻ ലോക്കൽ ഫണ്ട് ഓഡിറ്റിംഗ് ഓഫീസർ ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അക്കാദമിയിലെ സെക്രട്ടറിമാർ ഉപയോഗിച്ചിരുന്ന കാർ വാടക ഇനത്തിൽ വൻ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ലൈബ്രറി ഡിജിറ്റലൈസേഷൻ പ്രവൃത്തി സംബന്ധിച്ച് ഒരു അവലോകനവും നാളിതുവരെയായി നടത്താൻ അക്കാദമി ഭരണസമിതിക്ക് ആയിട്ടില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. TCV ന്യൂസ്, തൃശൂർ. പട്ടിക്കാട് ടിപ്പർ ലോറി ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ഇടുക്കി സ്വദേശി കണ്ടനാട്ടുതറ 43 വയസ്സുള്ള തോമസാണ് മരിച്ചത്. ആത്മജ്യോതി ആശ്രമത്തിലെ ജീവനക്കാരനായ ഇയാൾ റബ്ബർ ടാപ്പിംഗിനായി പോകുന്നതിനിടെ എതിരെ വന്നിരുന്ന ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ടിപ്പർ ലോറി കടയിലേക്ക് ഇടിച്ചു കയറി. ടിപ്പർ ലോറിയും ഡ്രൈവറെയും പീച്ചി പോലീസ് കസ്റ്റഡിയിലെടുത്തു. മരത്താക്കരയിൽ ജീപ്പ് ഇടിച്ച് കാൽനട യാത്രക്കാരനായ വൃദ്ധൻ മരിച്ചു. പള്ളത്ത് വീട്ടിൽ 79 വയസ്സുള്ള രാമൻകുട്ടി നായരാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് ജീപ്പ് നിർത്താതെ പോയി. ഒല്ലൂർ പോലീസ് കേസെടുത്തു. 13 ദിവസത്തിനിടെ വിവിധ അപകടങ്ങളിലായി ജില്ലയിൽ മരിച്ചത് 11 പേർ. വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപടികൾ ശക്തമാക്കുമ്പോഴാണ് നിരത്തുകൾ കൊലക്കളങ്ങളായി മാറുന്നത്. ഇരുചക്ര വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരുമാണ് അപകടത്തിൽപ്പെടുന്നവരിൽ ഏറെയും. വാഹനങ്ങളുടെ അമിതവേഗവും അശ്രദ്ധയുമാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. തൃശൂർ പാലക്കാട് ദേശീയപാതയിലും തൃശൂർ കുന്നംകുളം റൂട്ടിൽ കേച്ചേരിയിലുമാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ പട്ടിക്കാട് വാണിയമ്പാറ വരെയുള്ള ഭാഗമാണ് അപകടമേഖലയായി മാറിയത്. അറ്റകുറ്റപ്പണി കഴിഞ്ഞ് ദേശീയപാത മികച്ച രീതിയിൽ ഗതാഗതയോഗ്യമായതോടെ വാഹനങ്ങളുടെ അമിതവേഗം നിയന്ത്രണവിധേയമല്ലാതായിരിക്കുകയാണ്. തൃശൂർ കുന്നംകുളം റൂട്ടിലും വാഹനങ്ങളുടെ അമിതവേഗമാണ് പല അപകടങ്ങൾക്കും കാരണമാകുന്നതെന്ന് പോലീസ് പറയുന്നു. ഡിസംബർ 1 മുതൽ 13 വരെ പട്ടിക്കാട്, കേച്ചേരി, വടക്കാഞ്ചേരി, മരത്താക്കര, കൊടുങ്ങല്ലൂർ, കുന്നംകുളം എന്നിവിടങ്ങളിലുണ്ടായ വാഹനാപകടത്തിലാണ് 11 പേർ മരിച്ചത്. TCV ന്യൂസ്, തൃശൂർ. ജില്ലയിൽ കുളമ്പുരോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ കളക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. കുളമ്പുരോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ കൺട്രോൾ റൂം തുറന്നു. തമിഴ്നാട്ടിൽ നിന്ന് കാലികളുമായി വരുന്ന വാഹനങ്ങൾ RTOയുടെ നേതൃത്വത്തിൽ അതിർത്തികളിൽ തടയും. ജില്ലയിലെ അനധികൃത അറവുശാലകളിലും കാലിച്ചന്തകളിലും പരിശോധന കർശനമാക്കാൻ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. തൃശൂർ മൃഗശാലയിൽ കുളമ്പുരോഗം ബാധിച്ച മാനുകളെ പ്രത്യേക കൂട്ടിലേക്ക് മാറ്റും. മൃഗശാലയിൽ കുളമ്പുകളുള്ള മറ്റു മൃഗങ്ങൾക്ക് രോഗം പടരാതിരിക്കാൻ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്താനും നിർദ്ദേശം നൽകി. കുളമ്പുരോഗം ബാധിച്ച് ചത്ത കാലികളുടെ ഉടമസ്ഥർക്ക് നഷ്ടപരിഹാരം ഉടൻ ലഭ്യമാക്കും. രോഗബാധിത മേഖലകളിൽ കാലികൾക്ക് സൗജന്യമായി തീറ്റ വിതരണം ചെയ്യും. ജില്ലയിൽ ഇതുവരെ 8075 ഉരുക്കൾക്ക് കുളമ്പുരോഗം ബാധിച്ചിട്ടുണ്ട്. ഇതിൽ 585 ഉരുക്കൾ രോഗം ബാധിച്ച് ചത്തതായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു. തൃശൂർ അതിരൂപത കാത്തലിക് യൂണിയൻ KCYMന്റെ ആഭിമുഖ്യത്തിൽ അതിരൂപതയിലെ ഇടയശ്രേഷ്ഠരായ മാർ ആൻഡ്രൂസ് താഴത്തിന്റെയും മാർ ജേക്കബ് തൂങ്കുഴിയുടെയും ജന്മദിനം കരുണാദിനമായി ആഘോഷിച്ചു. രാമവർമ്മപുരം വൃദ്ധസദനത്തിൽ അന്തേവാസികൾക്കൊപ്പം നടന്ന ജന്മദിനാഘോഷം സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മേയർ IP പോൾ അധ്യക്ഷനായിരുന്നു. MLAമാരായ അഡ്വക്കേറ്റ് തേർമൽ രാമകൃഷ്ണൻ, PA മാധവൻ, IGS ഗോപിനാഥ്, അതിരൂപത ചെയർമാൻ PI ലാസർ, അതിരൂപത ഡയറക്ടർ ഫാദർ ജിയോ കടവി തുടങ്ങിയവർ സംസാരിച്ചു. വൃദ്ധസദനത്തിലെ 77 അന്തേവാസികൾക്കൊപ്പമാണ് മാർ ജേക്കബ് തൂങ്കുഴിയുടെ 84ാം പിറന്നാളും മാർ ആൻഡ്രൂസ് താഴത്തിന്റെ 63ാം ജന്മദിനവും കേക്ക് മുറിച്ച് ആഘോഷിച്ചത്. പിറന്നാൾ ഓർമ്മയ്ക്കായി ഇടയശ്രേഷ്ഠർ ഇരുവരും ചേർന്ന വൃദ്ധസദനത്തിൽ ആപ്പിൾ ചാമ്പ തൈ നട്ടു. 77 അന്തേവാസികളുടെ ജന്മദിനവും ഇതോടൊപ്പം ആഘോഷിച്ചു. ലൈസൻസ് ഇല്ലാതെ 2 വീലറോ മറ്റു വാഹനങ്ങളോ ആയി സ്കൂൾ കോമ്പൗണ്ടിലെത്തുന്ന വിദ്യാർത്ഥികളെ സ്കൂൾ അധികൃതർ തടയണമെന്ന് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചു. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച് വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളിൽ എത്തിയാൽ സ്കൂൾ അധികൃതർ ഉത്തരവാദികളായിരിക്കുമെന്ന് RTO പറഞ്ഞു. ലൈസൻസുള്ള വിദ്യാർത്ഥികൾ ഹെൽമറ്റ് കൂടാതെ 2 വീലർ വാഹനങ്ങളുമായി സ്കൂൾ കോമ്പൗണ്ടിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ലെന്നും RTO വ്യക്തമാക്കി. റിപ്പർ ജയാനന്ദനെ ഇരിഞ്ഞാലക്കുട കോടതിയിൽ ഹാജരാക്കി. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് ഒരു ASI ഉൾപ്പെടെ 5 പോലീസുകാരുടെ സുരക്ഷയിൽ പോലീസ് വാഹനത്തിലാണ് ജയാനന്ദനെ എത്തിച്ചത്. നേരത്തെ റിപ്പർക്ക് കനത്ത സുരക്ഷ ഒരുക്കാൻ ആഭ്യന്തര വകുപ്പ് നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് റിപ്പറേയും കൊണ്ടുള്ള യാത്ര പോലീസിന്റെ ഔദ്യോഗിക വാഹനത്തിലാക്കിയത്.
വടക്കാഞ്ചേരിയിൽ നടക്കുന്ന ജില്ലാ കേരളോത്സവത്തിലെ കലാമത്സരങ്ങൾക്ക് തുടക്കമായി. മന്ത്രി CN ബാലകൃഷ്ണൻ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു. PA മാധവൻ MLA, സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അംഗം യൂജിൻ മൊറേലി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പത്മനാഭൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K. അജിത് കുമാർ, സിന്ധു സുബ്രഹ്മണ്യൻ, സുനിൽ ജേക്കബ്, രാജേന്ദ്രൻ അരങ്ങത്ത്, ഷാജൻ കുണ്ടന്നൂർ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി നടന്ന വർണ്ണാഭമായ ഘോഷയാത്രയ്ക്ക് നാടൻ കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും താളമേളങ്ങളും മാറ്റുകൂട്ടി. കായിക മത്സരങ്ങൾ സമാപിച്ചപ്പോൾ 55 പോയിന്റോടെ ചാവക്കാട് ബ്ലോക്ക് 1ാം സ്ഥാനം നേടി. പുഴയ്ക്കൽ ബ്ലോക്ക് 45 പോയിന്റുമായി 2ാം സ്ഥാനവും ഒല്ലൂക്കര ബ്ലോക്ക് 41 പോയിന്റുമായി 3ാം സ്ഥാനവും നേടി. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അജ്ഞാതനായ മധ്യവയസ്കൻ മരിച്ചു. കഴിഞ്ഞ ഒക്ടോബറിൽ പാവർട്ടി സെന്ററിന് സമീപം പീഡിക വരാന്തിയിൽ പരിക്കേറ്റ് അവശനിലയിൽ കിടന്നിരുന്ന മധ്യവയസ്കനെ നാട്ടുകാരും പോലീസും ചേർന്ന് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇയാളുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 50 വയസ്സ് തോന്നിക്കുന്ന ഇയാൾ തമിഴ് കലർന്ന മലയാളമാണ് സംസാരിച്ചിരുന്നത്. കുറച്ചുകാലമായി പാവറട്ടി പ്രദേശത്ത് ഭിക്ഷാടനം നടത്തിവരികയായിരുന്ന ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പാവറട്ടി സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. കോലഴി കൊട്ടാരം മൂകാംബിക ക്ഷേത്രത്തിലെ വാദ്യകലാലയത്തിൽ ശങ്കരംകുളങ്ങര രാധാകൃഷ്ണന്റെ കീഴിൽ മേളം അഭ്യസിച്ച കുട്ടികളുടെ അരങ്ങേറ്റം നടന്നു. 2 ബാച്ചുകളിലായി 19ഓളം വിദ്യാർത്ഥികളാണ് അരങ്ങേറ്റം കുറിച്ചത്. ക്ഷേത്രനടയിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികൾ ഗുരു ശങ്കരംകുളങ്ങര രാധാകൃഷ്ണനെ ദക്ഷിണ സമർപ്പിച്ചു. ക്ഷേത്ര മേൽശാന്തി പുതുമന നാരായണ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. ക്ഷേത്രം ക്ഷേമസമിതി സെക്രട്ടറി കൃഷ്ണൻ കർത്ത ഉപഹാര സമർപ്പണം നടത്തി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ പ്ലാസ്മ 2013 എന്ന പേരിൽ സൗത്ത് ഇന്ത്യൻ ഡാൻസ് ഫെസ്റ്റ് ശനിയാഴ്ച അരങ്ങേറുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും കലാകാരനുമായിരുന്ന ജിബീഷിന്റെ ഓർമ്മയ്ക്കായാണ് പ്ലാസ്മ 2013 എന്ന പേരിൽ 4ാമത് നൃത്തോത്സവം സംഘടിപ്പിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ 15 പ്രമുഖ കോളേജുകളിൽ നിന്നുള്ള ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുക. വിജയികളാകുന്നവർക്ക് 30,000 രൂപയും എവർ റോളിംഗ് ട്രോഫിയും സമ്മാനിക്കും. 2ാം സ്ഥാനം കരസ്ഥമാക്കുന്നവർക്ക് 10,000 രൂപയാണ് സമ്മാനിക്കുക. IGS ഗോപിനാഥ്, ചലച്ചിത്രതാരം ജയറാം എന്നിവരടങ്ങുന്ന വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങാണ് പ്ലാസ്മ 2013ന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. മരണശേഷം അവയവദാനം ചെയ്യുന്നതിനായുള്ള കെഡാവർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയുള്ള സമ്മതപത്രം കൈമാറുന്ന ചടങ്ങും നൃത്തോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് അവയവദാന സമ്മതപത്രം കൈമാറുക. കോളേജ് യൂണിയനായ ദീക്ഷയുടെ ആഭിമുഖ്യത്തിലാണ് ഡാൻസ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ ഫുഡ് ഫെസ്റ്റിവലും ഒരുക്കിയിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സുധീന്ദ്ര ഘോഷ്, ഡോക്ടർ ഹിതേഷ് ശങ്കർ, യൂണിയൻ ഭാരവാഹികളായ ബെൻസൻ ബെഞ്ചമിൻ, മുഹമ്മദ് ഇക്ബാൽ, ജിഷ്ണു ജനാർദ്ദനൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് TCV. വിപ്ലവ പാർട്ടി നേതാക്കൾ പോലും തൊഴിലാളികളെ കൊള്ളയടിക്കുന്ന നയമാണ് സ്വീകരിക്കുന്നതെന്ന് കേരള കോൺഗ്രസ് B ചെയർമാൻ R ബാലകൃഷ്ണപിള്ള പറഞ്ഞു. കേരള കോൺഗ്രസ് B തൊഴിലാളി സംഘടനയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളികളെ കൊള്ളയടിക്കുന്നതിൽ ഭരണകക്ഷി നേതാക്കൾ പ്രതിനിധാനം ചെയ്യുന്ന യൂണിയനുകളും വിപ്ലവ പാർട്ടി യൂണിയനുകളും ഒരേ സമീപനമാണ് സ്വീകരിക്കുന്നത്. വിപ്ലവ പാർട്ടി പ്രസ്ഥാനങ്ങൾ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നടപടിയാണ് കൈക്കൊള്ളുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഷാജി വരന്തരപ്പള്ളി, ജനറൽ സെക്രട്ടറി റോഹിന്ദ് കുന്നംപിള്ളി, അഡ്വക്കേറ്റ് പോൾ ജോസഫ്, ഉമാ പ്രേമൻ, നജീം പാലക്കണ്ടി, അഡ്വക്കേറ്റ് AD ബെന്നി എന്നിവർ സംസാരിച്ചു. ഇടവേള. വിവാഹ പർച്ചേസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മലയാളികളുടെ മനസ്സ് പറയും ഇമ്മാനുവൽ സിൽക്സ്, നിയർ ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ.
സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. യൂത്തിനറിയാം ബെസ്റ്റ് യൂത്ത്ഫുൾ സർപ്രൈസസ്. Shades and style, latest type fashion, lowest price attraction. Kalyan Silks, Stars Collection. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. എങ്ങോട്ടാ മാഡം? കണ്ടോ, ഒരു കൊച്ചു യാത്രയ്ക്ക് പോലും വ്യക്തമായ ലക്ഷ്യം വേണം. അപ്പോ കുട്ടികളെ വളർത്തുന്നതിൽ വ്യക്തമായ ലക്ഷ്യം വേണ്ടേ? റൈറ്റ് പ്രൊപ്പോർഷനിൽ തന്നെ ആവണം കുട്ടികളുടെ വളർച്ച. B2B എന്നാൽ ഗ്രോ റൈറ്റ്, ഫ്രം ബ്രെയിൻ ടു ബോഡി. കുട്ടികൾക്ക് സ്വാദിന്റെ B2B ആട്ട തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. omega-3 ഫ്ലാക്സ് സീഡ്സ് ഉള്ള ഏക ആട്ടയാ ബ്രെയിൻ ടോണിക് തന്നെയായ omega-3 ഫ്ലാക്സ് സീഡ്സ്. ചപ്പാത്തി, കാട്ടി റോൾ, ആലു പറാത്ത, ഭൂരി, റോട്ടി, ഫുൽക്ക, അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ B2B ആട്ട ഡെയിലി ഉള്ളിൽ ചെല്ലണം. ഫ്ലാക്സ് സീഡ്സിന്റെ ഗുണങ്ങൾ ചില്ലറയല്ല. നമ്പർ 1 ഫൈബർ റിച്ച് സർബത്തി വീറ്റും പ്രോട്ടീൻ റിച്ച് സ്പെഷ്യൽ ഗ്രെയിൻ മിക്സും ഒത്തൊരുമിക്കുന്നു സ്വാദ് B2B ആട്ടയും. സ്വാദ് B2B ആട്ട. ഇന്നത്തെ പിള്ളേരുടെ ബുദ്ധിക്ക് മുമ്പ് പിടിച്ചു വെക്കാൻ പറ്റണ്ടേ? ഞാനും ഇപ്പൊ B2B ആട്ടയാ കഴിക്കുന്നത്. വാർത്തകളിലേക്ക് വീണ്ടും. സംസ്ഥാന ഔഷധ സസ്യ ബോർഡിന്റെ പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്നും അന്യം നിന്നു പോകുന്ന അപൂർവ ഇനം ഔഷധ സസ്യങ്ങളെ സംരക്ഷിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണമെന്നും പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി PK ജയലക്ഷ്മി പറഞ്ഞു. ഔഷധ കേരളം പരിപാടിയോടനുബന്ധിച്ച് തേക്കിൻകാട് മൈതാനിയിൽ പൊതുജനാരോഗ്യവും മെഡിസിനൽ പ്ലാന്റുകളുടെ അതിർവരമ്പുകളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജീവിതശൈലി രോഗങ്ങൾ വിലയിരുത്തി വേണം ഇത്തരം ചർച്ചകൾ നടത്താനെന്നും മന്ത്രി പറഞ്ഞു. ഔഷധി ചെയർമാൻ ജോണി നെല്ലൂർ അധ്യക്ഷത വഹിച്ചു. കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P രാജേന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ KS രജിതൻ, കൌൺസിലർ പ്രൊഫസർ അന്നം ജോൺ, SC/ST ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ S ശിവരാമൻ, ഡോക്ടർ PG ലത, ഡോക്ടർ RC പണ്ടലാൽ, KG ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആതിരോത്സവത്തോടനുബന്ധിച്ച് പ്രൊഫസർ ഓമനയും സംഘവും തിരുവാതിരക്കളി അവതരിപ്പിച്ചു. പത്മഭൂഷൺ സംഗീത കലാനിധി TN ശേഷഗോപാലിന്റെ സംഗീത കച്ചേരിയും നടന്നു. ശനിയാഴ്ച വിശാലാക്ഷി നിത്യാനന്ദന്റെ സംഗീത കച്ചേരി അരങ്ങേറും. തൃശൂർ മൃഗശാലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കുളമ്പ് രോഗം നിയന്ത്രണ വിധേയമാണെന്ന് മൃഗശാല വകുപ്പ് മന്ത്രി PK ജയലക്ഷ്മി പറഞ്ഞു. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുളമ്പ് രോഗ ലക്ഷണം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ മൃഗശാല അടച്ചിട്ട് വാക്സിനേഷൻ അടക്കമുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. മൃഗശാല മാറ്റം സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് വനംവകുപ്പാണെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാലയങ്ങളിൽ ഔഷധ ചെടികൾ വച്ചുപിടിപ്പിക്കാൻ 5 ലക്ഷം രൂപ കൈമാറി. ഔഷധ സസ്യ ബോർഡിന്റെ സഹകരണത്തോടെ ഔഷധിയാണ് 100 സ്കൂളുകൾക്ക് 5000 രൂപ വീതം നൽകിയത്. ഔഷധി ചെയർമാൻ ജോണി നെല്ലൂർ, മുൻ MP S ശിവരാമന് തുക കൈമാറി. ഔഷധി പഞ്ചകർമ്മ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KS രജിതൻ, മെഡിസിനൽ പ്ലാന്റ് ബോർഡ് CEO KG ശ്രീകുമാർ, PG ലത, P രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ട്രെയിൻ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് ജില്ലയിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് PC ചാക്കോ MP ആവശ്യപ്പെട്ടു. കേന്ദ്ര റെയിൽവേ മന്ത്രി മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് രേഖാമൂലം നൽകിയ കത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. പൊങ്കുന്നം, ഒല്ലൂർ, പുതുക്കാട്, ഇരിഞ്ഞാലക്കുട തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനുകളിലാണ് കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MNC ജോർജ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് തേർമൽ രാമകൃഷ്ണൻ MLA മുഖ്യാതിഥിയായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V ബാലറാം, സഹകരണ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ബോർഡ് വൈസ് ചെയർമാൻ CN ഗോവിന്ദൻകുട്ടി, KPCC സെക്രട്ടറി ജെയ്സൺ ജോസഫ്, NGOA സംസ്ഥാന വൈസ് പ്രസിഡന്റ് NK ബെന്നി, ജെയിംസ് പോൾ, ബാലഗോപാലൻ, അന്നമ്മ ടൈറ്റസ് തുടങ്ങിയവർ സംസാരിച്ചു. വിയ്യൂർ ജയിലിൽ ജയിൽ സൂപ്രണ്ടിന് ഫോണിലൂടെ ഭീഷണി. ജയിൽ സൂപ്രണ്ട് വിനോദ് കുമാറിനെയാണ് മൊബൈൽ ഫോണിലും ക്വാർട്ടേഴ്സിലെ ഫോണിലും വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. വിനോദ് കുമാറിന്റെ പരാതിയിൽ വിയ്യൂർ പോലീസ് കേസെടുത്തു. 17ാമത് ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം നടന്നു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പൊതുസമ്മേളനം CPI ജില്ലാ സെക്രട്ടറി CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സംസ്ഥാന വനിതാ ഫോറം ചെയർപേഴ്സൺ CK ബിന്ദു അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി KS ഭരദ്രാജ്, സംസ്ഥാന പ്രസിഡന്റ് N ശ്രീകുമാർ, ജില്ലാ സെക്രട്ടറി ബാബു കോടശ്ശേരി എന്നിവർ സംസാരിച്ചു.
പെരിങ്ങോട്ടുകര കാനാടി മഠം തറവാട് ശ്രീ ചാത്തൻ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണ യജ്ഞത്തിന്റെ ഭാഗമായി ഉത്തരം വയ്പ് ചടങ്ങ് നടന്നു. വാസ്തുശില്പകലയാൽ പാതുക മുതൽ ഉത്തരം വരെ പൂർണ്ണമായും കൃഷ്ണശിലയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. മേൽത്തരം നിലമ്പൂർ തേക്ക് മരത്തിൽ തീർക്കുന്ന അലസി വാൽഛായം ശൈലിയിലുള്ള ശിലാന്തി അഥവാ ഉത്തരം ഏറെ നയനമനോഹരമാണ്. ക്ഷേത്രം മേൽപ്പുര ലോകോത്തര ചെമ്പോലയിലാണ് പൊതിയുക. ഒറ്റ തേക്കിൽ ശില്പചാതുരിയിൽ കൊത്തുന്ന ദാരുശില്പ മുഖപ്പ് ക്ഷേത്രത്തിന്റെ പൗരാണികതയെ വിളിച്ചൂതുന്നു. പൂർണ്ണമായും പഞ്ചലോഹത്തിൽ തീർക്കുന്ന താഴികക്കുടവും ഏറെ ശ്രദ്ധേയമാണ്. ക്ഷേത്രം പുനർനിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഉത്തരം വയ്പ് ചടങ്ങിന് ക്ഷേത്രം ജോയിന്റ് ട്രസ്റ്റിമാരായ KS കൃഷ്ണകുമാർ, KV സൈലേഷ്, KS സോണിലാൽ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തരും ചടങ്ങിൽ പങ്കെടുത്തു. ഇടവേള. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറങ്ങളിൽ മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി മരിയ സിൽക്സ്, ജാഹൻ ബിൽഡിംഗ്, തൃശൂർ. Who's with the patient? Achan. Okay. അച്ഛൻ വന്നില്ലേ? എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ വിളിച്ച അച്ഛൻ എന്തായാലും വരുമെന്ന്. എത്തിയല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. അച്ഛന്റെ മോള് തന്നെ. കല്യാൺ ജ്വല്ലേഴ്സ്, വിശ്വാസം അതല്ലേ എല്ലാം. വിവാഹ പർച്ചേസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മലയാളികളുടെ മനസ്സ് പറയും ഇമ്മാനുവൽ സിൽക്സ്, നിയർ ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ബസ്സിൽ നിന്നും ഇറങ്ങുന്നതിനിടെ വാതിലിൽ സാരി കുടുങ്ങി വീണതിനെ തുടർന്ന് യാത്രക്കാരിക്ക് പരിക്കേറ്റു. മാടക്കത്തറ സ്വദേശി മാരാത്ത് വാസു ഭാര്യ മണിക്കാണ് പരിക്കേറ്റത്. മണ്ണുത്തി മാടക്കത്തറ റൂട്ടിലോടുന്ന പള്ളിമാലിൽ എന്ന ബസ്സിലാണ് സംഭവം. ബസ്സിൽ നിന്ന് വീണ മണിയുടെ കാലിലൂടെ ബസ്സിന്റെ പിൻചക്രം കയറി ഇറങ്ങുകയായിരുന്നു. തുടർന്ന് ഇവരെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന തൃശൂർ സാന്ത്വനം സംഘടനയുടെ പുതിയ ഓഫീസിന്റെ ശിലാസ്ഥാപനം നടന്നു. കൊക്കാലയിലെ സാന്ത്വനം ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ശിലാസ്ഥാപനം നിർവഹിച്ചു. സാന്ത്വനം ചെയർമാൻ മോൺസിഞ്ഞോർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട്, സെക്രട്ടറി ഫാദർ പ്രിൻസ് പൂവത്തിങ്കൽ, ഫാദർ തോമസ് പൂപ്പാടി, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഊർജ്ജ സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് വിയൂർ സെന്റ് ഫ്രാൻസിസ് LP സ്കൂൾ വിദ്യാർത്ഥികൾ റാലി നടത്തി. കൌൺസിലർ ഗോപകുമാർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രധാനാധ്യാപിക ജോസ്ഫീന, PTA പ്രസിഡന്റ് സേതു എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. ജ്യോതിഷ വിജ്ഞാന സഭയുടെ ജില്ലാ ഓഫീസ് പൂങ്കുന്നത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഉപന്യാസരത്നം പ്രൊഫസർ V. വൈദ്യലിംഗ ശർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. വിജ്ഞാനസഭ ജില്ലാ പ്രസിഡന്റ് M. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കേരള ബ്രാഹ്മണ സഭ ജില്ലാ സെക്രട്ടറി മൂർത്തി, ഡോക്ടർ KS പീതാംബര പണിക്കർ, TV അനന്തനാരായണൻ, പുറക്കാട്ട് നാരായണൻ, ശ്രീവത്സൻ, G. നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. അന്ധവിശ്വാസം തടയുക എന്ന ലക്ഷ്യത്തോടെ ജ്യോതിഷ വിജ്ഞാന സഭയുടെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച ജ്യോതിഷ പഠന ക്ലാസ് സംഘടിപ്പിക്കും. മാളയിൽ തുടർന്ന് CBSE സ്കൂൾ കലോത്സവത്തിൽ 41 ഇനങ്ങളുടെ ഫലം അറിവായപ്പോൾ 172 പോയിന്റോടെ മാള ഹോളി ഗ്രേസ് അക്കാദമി സ്കൂൾ മുന്നിൽ. 154 പോയിന്റോടെ വടകര റാണി പബ്ലിക് സ്കൂളാണ് രണ്ടാം സ്ഥാനത്ത്. 148 പോയിന്റുമായി ചിറ്റിലപ്പള്ളി സ്കൂൾ മൂന്നാം സ്ഥാനത്തും തുടരുന്നു. കലോത്സവം ഞായറാഴ്ച സമാപിക്കും.
അന്തർ സംസ്ഥാന ക്വട്ടേഷൻ സംഘത്തിലെ 5 പേരെ ആയുധങ്ങളുമായി ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കാറിൽ സഞ്ചരിക്കുകയായിരുന്ന സംഘത്തെയാണ് പെട്രോളിംഗിനിടെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ 2 പേർ ക്വട്ടേഷൻ സംഘത്തലവന്മാരാണെന്ന് പോലീസ് പറഞ്ഞു. ആലുവ ചീരോത്ത് വിനീത്, ആലുവ മനക്കപ്പടി ഷാനവാസ്, കോട്ടയം മണിമല കിഴക്കേത്തറ രമേശ്, കോട്ടയം മണിമല വാരിക്കുഴി സന്ദീപ്, കളമശ്ശേരി SMT വില്ലയിൽ വിജയ് എന്നിവരെയാണ് CI KG സുരേഷ്, SI MK ഷാജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് മഴു, വാൾ, വടിവാൾ എന്നിവയും സംഘം സഞ്ചരിച്ചിരുന്ന KL 32 33 14 നമ്പറിലുള്ള കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിരിയൻ കണ്ടത് ജുവല്ലറി. സ്വർണം ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 2775, വെള്ളി 10 ഗ്രാമിന് 450, തങ്കം ഗ്രാമിന് 3000 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ഏകാദശി ദർശന പുണ്യം തേടി ഗുരുഭവനപുരിയിലേക്ക് നിലയ്ക്കാത്ത ഭക്തജന പ്രവാഹം. ചെമ്പൈ സംഗീതോത്സവത്തിന് രാത്രി തിരശ്ശീല വീഴും. തെരുവുനായ ശല്യം പരിഹരിക്കാൻ ജനകീയ കൂട്ടായ്മയും സന്നദ്ധ സംഘടനകളുടെ സേവനവും പ്രയോജനപ്പെടുത്തണമെന്ന് ആവശ്യമുയരുന്നു. പ്രശ്നപരിഹാരത്തിന് ബാംഗ്ലൂർ മോഡൽ അടക്കമുള്ള ബദൽ സാധ്യതകൾ തേടുകയാണ് ബന്ധപ്പെട്ടവർ. കോടശ്ശേരി മലയിലെ നായാടി കോളനിയിലെ അരക്ഷിതാവസ്ഥ പരിഹരിക്കുന്നതിന് സാമൂഹിക നീതി വകുപ്പ് നടപടികൾ ആരംഭിച്ചു. TCV ടോപ്പ് സ്റ്റോറിയെ തുടർന്നാണ് നടപടി. നാളെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് ബസ് ഉടമകളുടെ കോർഡിനേഷൻ കമ്മിറ്റി. നാളെ സൂചനാ സമരം നടത്തുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് കോൺഫെഡറേഷൻ. കേരള സാഹിത്യ അക്കാദമിയിൽ വ്യാപക ക്രമക്കേട് നടന്നതായി ഓഡിറ്റ് റിപ്പോർട്ട്. 1974 മുതൽ 2013 വരെയുള്ള കാലഘട്ടത്തിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നതായി കണ്ടെത്തി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഒരിടവേളയ്ക്ക് ശേഷം ഗ്രാമവാർത്തകളുമായി മഞ്ജു ചേർന്നു. നമസ്കാരം. തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ സിൽക്സ്, ജോസ്കോ ഫാഷൻ ജുവലേഴ്സ്, ജോസ് അലൂക്കാസ് ആൻഡ് സൺസ്, അലൂക്കാസ് ജ്വല്ലറി.